റൂമിൽ ആളില്ല സാർ. ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിച്ചിരുന്നു. ഇല്ല, അവിടെ ആരും ഇല്ല. ആ റൂം റിപ്പയർ അല്ല. ഓ, റിപ്പയർ ആണല്ലേ? എനിക്ക് റൂം നമ്പർ തെറ്റിപ്പോയായിരിക്കും. എന്ത് ചെയ്യാനാ? ആ ശരി, എന്തായാലും ഇന്ന് പറ്റില്ല. വിവരമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെ, മനസ്സിലായി. നിങ്ങൾ എന്താ ഒരുമാതിരി കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്? ആ, നാളെ ആവട്ടെ, നാളെ വിളിക്കട്ടെ. സെക്രട്ടറി അല്ലേ? കാർത്തികേയൻ. അതെ, നിങ്ങളാരാ? ഞാൻ കോഴിക്കോട് നിന്ന് വരിക. നമ്മളെ മൂസാക്ക. ഓ, SK ടിമ്പേഴ്സ്. അതെ, ഇരിക്കൂ. മൂസ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങളെ അയക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് ആ കൂപ്പിലൊരു പ്രശ്നം ഉണ്ടായതേ. പാലോണ സാറിനോട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞത്. പാലോടെ സാറ് ഇല്ലല്ലോ. ഇല്ലേ? കഷ്ടായല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ വിളിച്ചു പറയാം പാലോടെ സാറിനെ. അല്ല, ഒന്ന് നേരിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നേ. ഒരു പൊതി തന്നയച്ചു. ക്യാഷാണോ? ആണെന്നാ തോന്നണേ. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, റൂമിലാ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഞാനോ? ഹോട്ടൽ ബ്ലൂ മൂൺ. ബ്ലൂ മൂണിലോ? ആ. ഒരു 2 ദിവസം അവിടെ തന്നെ താമസിക്കുക. പാലോടെ സാറ് നാളെയോ മറ്റന്നാളോ തിരിച്ചു വരും. വരുവോ? വരും. പ്രിയദർശൻ എന്നൊരാൾ ഇവിടെ താമസിക്കുന്നില്ലേ? പാട്ടൊക്കെ പാടുന്ന ഒരാള്. അയാൾ ഇന്നലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. എങ്ങോട്ട്? അതറിയില്ല. അയാളൊന്നും പറഞ്ഞില്ല. സ്ഥലം വിട്ടു പോവാണെന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. സാർ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഇവിടെ കുത്തിയിരുന്ന് വേറെ ഇറങ്ങി. വേണ്ട, താൻ പോയിക്കോ. അയ്യോ, എന്നെ പറഞ്ഞയക്കല്ലേ. ഞാൻ ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കായി പോയി. ഇവിടെ വന്നാൽ സാറിനെ അങ്ങോട്ട് ഓടിക്കും, അവിടെ ചെന്നാ പിള്ള സാറിനെ ഇങ്ങോട്ട് ഓടിക്കും. നേരം വെളുത്തിട്ട് 4ാമത്തെ പ്രാവശ്യം. സാർ ഇത് എവിടെ പോയി? ഒരു 16 അടി യന്ത്രത്തിന്. അയ്യോ, ആരുടെ? തന്റെ. ഒന്ന് പോണോർന്നു. കഥ കിട്ടിയിട്ടുണ്ട്. അത് എഴുതിയെടുക്കാൻ 3-4 ദിവസമാണെന്നൊക്കെ ഞാൻ ആ പിള്ളേച്ചനോട് പറഞ്ഞിട്ടുണ്ട്. താൻ പോയിക്കോ. അപ്പൊ സാറിന്റെ ഭക്ഷണോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കംപ്ലീറ്റ് കട്ട് ചെയ്തല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നകത്തോട്ട് വരാം. താൻ പോയിട്ടേ ഞാൻ കയറുന്നുള്ളൂ. അല്ല, ഒന്ന് പോടോർന്നു. എടോ പോവാൻ. ആ മനുഷ്യൻ ചത്തോ? എനിക്ക് തോന്നുന്നില്ല. ചത്തിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ഹോട്ടലില് അവരവിടെ എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടത്തുന്ന പോലെ തോന്നി. പ്രിയനെ കണ്ടോ? ഇല്ല, പ്രിയൻ താമസിച്ചിരുന്ന ലോഡ്ജ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. വനിത വിഷമിക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ. ഞാൻ നാളെ വീണ്ടും പോകുന്നുണ്ട്. അവന്റെ മുറി ഞാൻ തുറന്നു നോക്കി. ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. പെട്ടി തുറന്നു നോക്കിയില്ലേ? നോക്കി. ഒരു പാന്റ് ഷർട്ടും കുറച്ച് കടലാസും ഉണ്ട്. കോഴിക്കോട്ട് എന്ന് മൂസാക്ക പറഞ്ഞു എന്ന് പറഞ്ഞാ അവൻ ഓഫീസിൽ വന്നത്. ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ മൂസാക്കയ്ക്ക് അങ്ങനെ ആളെ അറിയേയില്ല. അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവനാ. പോലീസിനോടൊക്കെ പ്രിയനെയും വനിതയും തിരക്കുന്നു. ആ 500 തള്ളി തുറക്കാൻ നോക്കുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് പാലോള സാറുണ്ടോ കരിങ്കുടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. താൻ പറഞ്ഞു നേരാ, അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഏതായാലും ഇനി അവൻ വന്നാ വിടരുത്. പറഞ്ഞ കേട്ടല്ലോ. അല്ല സാറേ, ഇനി വല്ല പോലീസിൽ നിന്നും അല്ല കേന്ദ്രം. നമ്മുടെ ഹോട്ടലിലോ? പോടോ. ഗീതയല്ലേ? നിങ്ങളാരാ? പ്രിയന്റെ കസിനല്ലേ? ആ, നിങ്ങളാരാ? ഞാൻ പ്രിയന്റെ ഒരു സുഹൃത്താ. ഒന്ന് കാണാൻ. പ്രിയൻ ഇവിടെയല്ലല്ലോ താമസിക്കുന്നത്. അതറിയാം. ഇപ്പോഴെവിടാന്നറിയാമോ എന്ന് ചോദിക്കാൻ വന്നതാ. എനിക്കറിഞ്ഞൂടാ. ഒരു നിമിഷം. ഗീത വനിതയുടെ ഫ്രണ്ട് അല്ലേ? വനിത അറിയോ? അറിയാം. അവൾ എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട്. നിങ്ങൾ അവളുടെ ആരാ? ഒരു ബന്ധുവാ. അവളോട് സൂക്ഷിച്ചോളാൻ പറയണം. ആ ഹോട്ടലിൽ നിന്ന് 2-3 തവണ ഇവിടെ ആൾക്കാരെ തിരക്കി വന്നു. വനിതയുണ്ടോന്ന് ചോദിച്ച്. പ്രിയനെ അവര് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നാ പറയുന്നത്. വിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ അറിയാം. എവിടാ താമസിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ജാസ് ഹോട്ടലിൽ.
വരട്ടെ. പ്രിയദർശൻ എന്നൊരാൾ താമസിക്കുന്ന ഇവിടെ അല്ലേ? ആ പാട്ടുകാരനാണോ? അതെ. അയാളുടെ നിങ്ങളുടെ മുമ്പിൽ കൂടി ഇപ്പൊ മോട്ടോർ ബൈക്കിൽ പോയത് നേരത്തെ പരിചയമില്ലേ? ഇല്ല. അവനോ വന്നിട്ടുണ്ടോ? ആ ശരി. അവൻ പിന്നെ വന്നിട്ടുണ്ടെന്ന് താൻ ആ ബോയ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞേരെ. അവന്റെ മേലൊരു കണ്ണു വേണമെന്ന്. വനിത ഏത് റൂമിലാ? എനിക്ക് അവിടെ നിന്ന് കാണണമല്ലോ. വനിത ഇവിടെ ഇല്ല. അത് കള്ളമാണല്ലോ. റൂമിൽ എത്ര മര്യാദയ്ക്ക് പറയടി, അല്ലെങ്കിൽ എന്റെ വായിക്കുന്നവരും കേൾക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ അവസ്ഥ ഉണ്ടല്ലോ കുഞ്ഞിപ്പാലു. അവരുടെ ആ വനിതയുടെ ബ്രദർ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്താ ഇവിടെ ഹോട്ടൽ നടത്തുന്നു. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആരാ അവന്മാരെ? ആ പെണ്ണിന്റെ ആങ്ങളെ. എനിക്ക് എന്റെ പെങ്ങളെ കാണണം. അവളെ പോയില്ല. നിന്റെ മകളെ ഇവിടെ ഇല്ല, അവള് പോയി. എങ്ങോട്ടെ? അതെനിക്കറിയില്ല, വല്ലവനോട് ഇറങ്ങി പോയി കാണും. പോകാനുണ്ടല്ലോ. പിടിച്ചിറക്കണോ അവനെ? അവിടെ വലിച്ചിറക്കും. ഞാനാ മോഹൻ. ഇറങ്ങി വാ, ഞാനാ മോഹൻ. ഞാനാ മോഹൻ. ഇതിനകത്ത് കണ്ടേക്കണം തന്നെയൊക്കെ. അല്ല എന്റെ ബില്ലൊന്ന് റെഡിയാക്കാൻ പറയും. ശരി സാർ. നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു നാമിന്നി വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു നാമിന്നി വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു. പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. പ്രിയദർശൻ എന്നല്ലേ പേര്? അതെ. എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും. അല്ല, വനിതയെ പറ്റിയാ. വനിതയോ? നിങ്ങളാരാ? ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുക, റൂം നമ്പർ 210. വിരോധമില്ലെങ്കിൽ റൂം വരെ ഒന്ന് വരുമോ? നിങ്ങൾ ആരാണെന്ന് പറയൂ. എനിക്കിപ്പോ റൂമിൽ വരാനും സമയമില്ല. മിസ്റ്റർ പ്രിയൻ, ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. എന്റെ റൂം വരെ ഒന്ന് വന്നൂടെ? വനിതയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. അവൾക്ക് നിങ്ങളെ കാണുമെന്ന് പറയുന്നു. അവൾ എവിടെ ഉണ്ട്? എന്റെ വീട്ടിലുണ്ട്. എവിടെ? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് അവളെ കാണണ്ടേ? വേണ്ട. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നല്ലോ അവള് പറഞ്ഞത്. അത് അവൾക്ക് തോന്നിയതായിരിക്കും. ഓ, നിങ്ങളപ്പോ സ്നേഹം അഭിനയിക്കായിരുന്നു അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ. മിസ്റ്റർ പ്രിയൻ, നിങ്ങളെപ്പറ്റി ആ പെൺകുട്ടി ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നത്. മിസ്റ്റർ, എനിക്കിനി പുലിവാല് പിടിക്കാനൊന്നും വയ്യ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. പിന്നെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കണമെന്ന് നിർബന്ധമാണ്, രക്ഷിക്ക്. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. സാറിന് ഞാൻ എവിടെയെല്ലാം തിരക്കിയായിരുന്നു. ബില്ലുമായി റൂമിൽ വന്നപ്പോ റൂം പൊട്ടി കിടക്കുന്നു.
ഞാനൊന്ന് റെസ്റ്റോറന്റിൽ പോയി. ആ 501 റൂമിൽ അന്വേഷിച്ചു. ആരന്വേഷിച്ചു? കാർത്തിക സാർ, പാർട്ടി സെക്രട്ടറി. സാറിനോടൊന്നും അർജന്റായി സംസാരിക്കണമെന്ന്. എനിക്ക് പോവാ. മോളല്ലേ? അതെ. ഇതാ വരണം. ഞാനാണ് പാലോടൻ. അറിയാം. ഇല്ല, വെറുതെ പറയുക. നിങ്ങൾ ഇപ്പോഴല്ലേ എന്നെ ആദ്യമായി കാണുന്നത്? എന്റെ പടം കണ്ടു കാണും പത്രത്തില്. കോഴിക്കോട്ടെ മൂസാഹാജി എത്ര പണം തന്നിട്ടുണ്ട്? അത് ഞാന്. ഓ, കള്ളം പറഞ്ഞു അല്ലേ? എന്തിനാ തമ്പി സാർ ഈ വേലകളൊക്കെ ഞങ്ങളോട്? നിങ്ങൾ നാടകം എഴുതുന്ന ഏർത്തമ്പിയല്ലേ? ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? എടോ തമ്പി, ഇനിയും വേണോ ഈ കളി? എവിടെ പെണ്ണ്? എനിക്കറിയില്ല. തങ്കപ്പ, വേണ്ട, മതി. ബഹളവും വഴക്കൊന്നും വേണ്ട. തമ്പി ഇപ്പൊ പോട്ടെ. പിന്നെ ഒരു കാര്യം, എന്നെ അറിയാമല്ലോ. എന്റെ പേര് ചീത്തയാക്കലുണ്ടല്ലോ. അയലത്തുനിന്നെങ്ങാനും വല്ല വെള്ളം പോരാനോ തുണി അലക്കാനോ വന്ന പെണ്ണുങ്ങളായിരിക്കും അല്ലേ വിശ്വംബര? അല്ലാതെ പിന്നെ പുറത്തുനിന്ന് ആര് വരാനാ? ഞാൻ അക്കരെയുള്ള മീനാക്ഷിയോട് പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് സാറിനെ വന്ന് നോക്കിക്കോണേന്ന്. മീനാക്ഷി ആയിരിക്കും. അത് മീനാക്ഷി കാമാക്ഷിയൊന്നുമല്ല. എന്നാ പിന്നെ വാസന്തി ആയിരിക്കും. ഹീറോയിൻ. മൂപ്പരെ കണ്ട റോളിന്റെ കാര്യം സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, വാസന്തി എനിക്കറിയാം. ഇത് നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ടുള്ള കളിയാ. അങ്ങനെ എവിടെ? എനിക്കിപ്പോ കാണണം. നിങ്ങളല്ലേ വിളിച്ചോണ്ട് വന്നത്? അവിടെ തന്നെ കാണും. സാറിന് മൂട് കിട്ടാൻ വേണ്ടി ചിലപ്പോ ആറ്റിന്റെ അരയെ ചെന്നിരിക്കും. അങ്ങനെ എവിടെ എങ്ങുമില്ല. ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതാ. അതെ, കുഞ്ഞേതായാലും വീട്ടിലേക്ക് പോകും. വേണേ വിശ്വംബരനെ കൂടെ അയക്കാം. അങ്ങനെ കാണാൻ ഞാൻ പോകത്തില്ല. എന്നാ ഞങ്ങൾ വിളിച്ചോണ്ടിരാ. പാടോ. ഞാനും കൂടെ വരാം. അല്ല, ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ ടോർച്ച് കൊടുത്തോ. ടോർച്ച് 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 അങ്ങോട്ട് കയറോ.